നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം 2026 വേഴമാറ്റത്തെ പറ്റിയാണ്. 2026 വേഴത്തിന്റെ രാശിമാറ്റം മൂലം മീനൻ രാശിക്കാർക്കുണ്ടാകുന്ന ഫലങ്ങൾ എന്തെല്ലാമെന്നാണ് ഞാൻ ഇവിടെ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. വേഴം ഇപ്പോൾ നേർഗതിയിലേക്ക്, അതായത് നേർഗതിയിൽ ഉച്ചരാശിയിലേക്ക് വരുന്നു. 2026 ജൂൺ 2-ാം തീയതി വെളുപ്പിന് 1:55 വേഴം തന്റെ ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കുന്ന ഒരു സമയം. സംക്രമിക്കുകയാണ് ഇപ്പം. അതായത് തന്റെ ഉച്ചരാശിയിലേക്ക്, വേഴത്തിന്റെ ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിലേക്കാണ് വേഴം ഇപ്പോൾ കടന്നു വരുന്നത്. അപ്പോൾ വേഴം നേരത്തെ കർക്കിടകൻ രാശിയിൽ നിന്നിരുന്നതാണ് കുറച്ചു മുമ്പ്. എന്നാൽ കർക്കിടകൻ രാശിയിൽ നിന്നിരുന്ന വേഴം വക്രത്തിൽ, അതായത് പുറകിലോട്ട് പോകുന്നതിനാണ് വക്രം എന്ന് പറയുന്നത്. അപ്പോൾ വക്രത്തിൽ മിഥുനൻ രാശിയിലേക്ക് പോയി കുറച്ചു നാൾ മുമ്പ്. അപ്പോൾ വക്രത്തിൽ ഈ മിഥുനൻ രാശിയിൽ നിന്നിരുന്ന വേഴം ഇപ്പോഴിതാ വീണ്ടും നേർഗതിയിൽ തന്റെ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്നു. അത് ഈ 2026 ജൂൺ 2-ാം തീയതിയാണ്. ഒരു ഗ്രഹം ഉച്ചരാശിയിൽ പ്രവേശിച്ചാൽ ആ ഗ്രഹത്തിന് ഫലദാനശേഷി കൂടും എന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. ആ ഗ്രഹത്തിന് തന്റെ കഴിവ് വർദ്ധിപ്പിക്കാൻ കഴിയും ആ സമയത്ത്. വേഴം എന്നത് ഒരു സർവേശ്വര ഗ്രഹമാണ്. വേഴം സർവേശ്വര ഗ്രഹമാണ്. എല്ലാ ഗ്രഹങ്ങളിലും ഒരു സ്വാധീനം ചെലുത്താൻ വേഴത്തിന് കഴിയും. അതുകൊണ്ടാണ് വേഴം പ്രസാദിച്ചാൽ എല്ലാ ഗ്രഹങ്ങളും പ്രസാദിക്കുമെന്ന് ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നത്. അപ്പൊ കർക്കിടകത്തിൽ നിൽക്കുന്ന വേഴം, അപ്പൊ ഉച്ചരാശിയിൽ കർക്കിടകത്തിൽ നിൽക്കുന്ന ഈ വേഴം തന്റെ 9-ാം ദൃഷ്ടി കൊണ്ട് മീനൻ രാശിയിലേക്ക് നോക്കുന്നു. അങ്ങനെ 9-ാം ദൃഷ്ടി ഉണ്ട്. വേഴത്തിന് സ്പെഷ്യൽ ദൃഷ്ടിയാണ്. സാധാരണ ദൃഷ്ടി 7-ാം ഭാവത്തിലേക്കാണ്. എന്നാൽ 5-ലേക്കും 9-ലേക്കും വേഴത്തിന് സ്പെഷ്യൽ ദൃഷ്ടിയുണ്ട്. അതായത് വിശേഷാൽ ദൃഷ്ടിയുണ്ടെന്നർത്ഥം. അപ്പൊ അത് എങ്ങോട്ടാണ് നോക്കുന്നത്? 9-ാം ഭാവം അവിടെ നിന്നുകൊണ്ട്, കർക്കിടകത്തിൽ നിന്നുകൊണ്ട് അതിന്റെ 9-ാം ഭാവം എന്ന് പറഞ്ഞാൽ മീനൻ രാശി. അത് കർക്കിടകൻ രാശിയുടെ 9-ാം ഭാവം മീനൻ രാശി. ആ മീനൻ രാശിയിലേക്കാണ് വേഴം നോക്കുന്നത്. അപ്പം മീനൻ രാശിയിലെ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? പൂരുരുട്ടാതി, കാലി, ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രങ്ങളാണ് മീനൻ രാശിയിൽ വരുന്നത്. അപ്പൊ ഈ വേഴത്തിന്റെ ഈ ദൃഷ്ടി കൊണ്ട് മീനൻ രാശിയിലെ ഈ നക്ഷത്രങ്ങൾക്കുണ്ടാവുന്ന ഫലങ്ങൾ വളരെ നല്ല ഫലങ്ങളാണ് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഉണ്ടാകുന്നത്. അതുകൂടാതെ ഒരു പ്രത്യേകതയുണ്ട്. ഈ മീനൻ രാശി വേഴത്തിന്റെ സ്വന്തം രാശിയാണ്, സ്വക്ഷേത്രമാണ്. അവിടെയാണ്, അതിലേക്കാണ്. അതായത് വേഴം ഉച്ചത്തിൽ നിന്നുകൊണ്ട്, ഉച്ചരാശിയിൽ നിന്നുകൊണ്ട് തന്റെ 9-ാം ഭാവം കൊണ്ട്, 9-ാം ദൃഷ്ടി കൊണ്ട് 9-ാം ഭാവത്തിലേക്ക് നോക്കുന്നു. മനസ്സിലായ? 9-ാം ദൃഷ്ടി കൊണ്ട് 9-ാം ഭാവത്തിലേക്കാണ് നോക്കുന്നത്. തീർച്ചയായിട്ടും ആ മീനൻ രാശിയിലുള്ള
നക്ഷത്രങ്ങൾക്ക് ഒരു സുവർണ കാലം തന്നെയാണ് ഈ സമയത്ത് ഉണ്ടാവുന്നത്. ഉച്ചത്തിൽ നിൽക്കുന്ന വേഴമാണ് നോക്കുന്നത്, അതും കൂടി കണക്കാക്കണം. വേഴം തന്റെ സ്വന്തം രാശിയായ മീനത്തിലേക്കുള്ള ദൃഷ്ടി അതീവ ശുഭകരമായ ഫലങ്ങളാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് കിട്ടാൻ പോകുന്നത്. ഇവർക്ക് ഭാഗ്യോദയം കിട്ടുന്ന സമയമാണ്. ഭാഗ്യോദയം കിട്ടുന്ന ഒരു സമയമായിരിക്കും. തടസ്സപ്പെട്ട് കിടക്കുന്ന പല കാര്യങ്ങളും ഇവർക്ക് നടപ്പിൽ വരുത്താനും നടപ്പാക്കാനും കഴിയുന്ന ഒരു സമയം ഈ സമയത്തുണ്ടാവും. ഇവർക്ക് ഭാഗ്യപുഷ്ടി ഉണ്ടാകുന്ന സമയമായിരിക്കും. കാരണം 9 എന്നുള്ളത് 9ാം ഭാവം എന്ന് പറയുന്നത് ഭാഗ്യത്തിന്റെ ഭാവമാണ്. അപ്പൊ ഈ 9ലേക്കാണ് വേടത്തിന്റെ 9ലേക്കാണ് വേടം നോക്കുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് ഭാഗ്യപുഷ്ടി ഉണ്ടാവും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഇവർക്ക് സാധിക്കും. നല്ല കാര്യങ്ങൾ ചെയ്യാനും സത്കർമ്മങ്ങളിൽ ഏർപ്പെടാനും മംഗളപരമായ കാര്യങ്ങളിൽ ഏർപ്പെടാനും എല്ലാം ഇവർക്ക് ഈ സമയം അതിന് ഉപകരിക്കുന്നതാണ്. പിതൃതുല്യരിൽ നിന്നോ അല്ലെങ്കിൽ ഗുരുക്കന്മാരിൽ നിന്നോ അനുഗ്രഹങ്ങളും സഹായങ്ങളും ഈ സമയത്ത് ഇവരിലേക്ക് വന്നു ചേരുന്നതാണ്. മീനൻ രാശി ജലരാശി ആണ്. മീനൻ രാശി ജലരാശിയാണ്. അപ്പൊ മീനം ജലരാശി ആയതിനാൽ ഉച്ചനായ വേഴത്തിന്റെ ദൃഷ്ടി മനസ്സിലെ അനാവശ്യമായ ചിന്തകളെയും മാലിന്യങ്ങളെയും തുടച്ചു നീക്കി ആശങ്കകൾ ഒഴിവാക്കി സമാധാനം കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഈ വേഴത്തിന്റെ ദൃഷ്ടി മൂലം. അപ്പൊ മനസ്സിനെ ആശങ്കകൾ കളയാനും അവരുടെ മനസ്സിനെ നല്ല വിധത്തിൽ ചിന്തിപ്പിക്കാനും മുന്നോട്ട് നയിക്കാനും വേഴത്തിന്റെ ഈ ദൃഷ്ടി മൂലം ഇവർക്ക് കഴിയുന്നതാണ്. പൊതുവെ ഒരു ഗ്രഹം ഉച്ചസ്ഥനായി നിൽക്കുമ്പോൾ തന്റെ സ്വക്ഷേത്രത്തിലേക്ക് നോക്കുന്നത് ആ രാശിയുടെ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് ജ്യോതിശാസ്ത്രത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഇതുകൂടാതെ മീനൻ രാശിയുടെ 5ാം ഭാവത്തിലാണ് വേഴം ഉച്ചത്തിൽ നിൽക്കുന്നത്. അപ്പൊ കർക്കടകത്തിന്റെ 9ാം ഭാവമാണ് മീനം. അപ്പൊ മീനത്തിന്റെ 5ാം ഭാവമാണ് ഈ കർക്കടകം. ആ കർക്കടകൻ രാശിയിലാണ് വേഴം നിൽക്കുന്നത്. അപ്പൊ 5ാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? 5ാം ഭാവം സന്താനത്തിന്റെ ഭാവം കൂടിയാണ്. സന്താന ഭാവമാണ് 5ാം. അതുകൂടാതെ പുണ്യത്തിന്റെ ഭാവവും കൂടിയാണ്. പൂർവികരുടെ ഭാവം കൂടിയാണ് ഈ 5ാം ഭാവം. അതിനാൽ ഇവരെ സംബന്ധിച്ച് സന്താനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ കിട്ടാൻ ഈ അവസരത്തിൽ ഇവർക്ക് അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. അത് സന്താനങ്ങളിൽ നിന്നും ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അതുകൂടാതെ പൂർവികരാൽ കിട്ടേണ്ട പല കാര്യങ്ങളും ഇവർക്ക് കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയം ഇവർക്കത് കിട്ടാവുന്നതാണ്. പുരാതനമായ പല കാര്യങ്ങളിൽ കൂടി നേട്ടങ്ങൾ ഉണ്ടാക്കാനും, അതായത് പുരാതനം പുണ്യം കൂടിയാണ് ഈ ഭാവം. അപ്പൊ പുരാതനപരമായ പല കാര്യങ്ങളിൽ കൂടി നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഈ വേഴമാറ്റം ഇവർക്ക് ഇടയാക്കുന്നതാണ്. അപ്പോൾ ധനകാരകനായ വേഴം ഉച്ചരാശിയായ കർക്കടകൻ രാശിയിൽ നിന്നുകൊണ്ട് തന്റെ സ്വന്തം രാശിയായ മീനൻ രാശിയിലേക്ക് നോക്കുന്നതിന്റെ ഫലമായി ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവർക്ക് ഈ മീനൻ രാശിയിലെ നക്ഷത്രക്കാർക്ക് ഒരു സുവർണ കാലഘട്ടമായിരിക്കും
ഈ വേഴത്തിന്റെ രാശിമാറ്റം മൂലം ഇവർക്ക് ഉണ്ടാകാൻ പോകുന്നത്. ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.